കേരളത്തിലെ എല്ലാ ജില്ലകളിലും തന്നെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒരു റെസിഡൻഷ്യൽ സ്കൂളാണ്. റെസിഡൻഷ്യൽ ബോയ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. സിസ്റ്റർ, ഈ വർഷം നിങ്ങൾ നല്ല രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പൊ സിസ്റ്റർ ഏതെല്ലാം വെറൈറ്റീസ് ആണ് ഈ വർഷം ചെയ്തത്? നമ്മള് നല്ല ഒരു പച്ചക്കറി തോട്ടം, പച്ചക്കറി കൃഷി നമ്മള് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് നൽകുന്ന ഒരു തൊഴിൽ പരിശീലനം കൂടിയാണ് ഈ പച്ചക്കറി തോട്ടം ഞങ്ങളിവിടെ ചെയ്യുന്നത്. കുട്ടികളെ ഇവിടെയാണെങ്കിലും വീട്ടിലേക്ക് ചെന്നാലും അവര് സ്വന്തമായി കൃഷി ചെയ്ത് പഠിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ പച്ചക്കറി കൃഷി ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് കൂടുതലായിട്ടും പച്ചക്കറി കൃഷികളില് പയറ്, ബീൻസ്, തക്കാളി, വഴുതന, ചീര, ചോളം, കൂടാതെ കാബേജ്, കോളിഫ്ലവർ. പിന്നെ നമുക്ക് തൈകള് മേടിക്കാൻ കിട്ടിയാൽ, വെറൈറ്റി തൈകൾ കിട്ടിയാൽ അത് എല്ലാം ചെയ്യാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. കൂടാതെ വാഴ, ചേന, ചേമ്പ്, കപ്പ, ഇതെല്ലാം നമുക്കിപ്പോൾ നിലവിൽ കൃഷിയുണ്ട്. ഇതെല്ലാം നന്നായി ചെയ്യുന്നുണ്ട്. കുട്ടികളെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ നിർത്തി കാണിച്ചു കൊടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാളുകൊണ്ട് ഇവരത് പഠിക്കും. അപ്പൊ പിന്നീട് അവരോട് ഇത് ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ചെയ്യാനൊക്കെ കുട്ടികൾ പര്യാപ്തരായിട്ടുണ്ട്. 18 വയസ്സിന് മേലെയുള്ള കുട്ടികളെയാണ് ഞങ്ങൾ കൂടുതലായിട്ടും ഇങ്ങനെ ഒരു കൃഷി മേഖലയിലോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പേര് ബ്രദർ പോളി, തൃശ്ശൂർക്കാരൻ. ഞങ്ങൾ മലബാർ മിഷണറി ബ്രദേഴ്സ് സന്യാസ സഭയിലെ അംഗമാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വലിയ പ്രവർത്തനങ്ങളിലൂടെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ സഭയുടെ മുഖമുദ്ര. ഇങ്ങനെയുള്ള ഡിസേബിളായുള്ള കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ ബാലഭവനുകൾ, ഓൾഡ് ഏജ് ഹോമുകൾ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ജുവനൈൽ മിനിസ്ട്രി, ജയിലിൽ നിന്ന് വരുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള പുനരധിവാസം, അങ്ങനെയുള്ള എളിയ പ്രവർത്തനങ്ങൾ മാത്രമേ ഞങ്ങളുടെ സഭയ്ക്കും ഞങ്ങളുടെ ബ്രദേഴ്സും ചെയ്യുന്നുള്ളൂ. ഇൻകം ജനറേഷനായിട്ട് ഒന്നുമില്ല. സ്വയമായി ഞങ്ങൾ തന്നെ അധ്വാനിച്ച് ഞങ്ങൾ തന്നെ അത് ഇൻകം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഈ വർഷം ഞങ്ങൾക്ക് അഭിമാനകരമായ നേട്ടം, സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച സ്പെഷ്യൽ സ്കൂളിന് അവാർഡൊക്കെ ലഭിച്ചത് ഞങ്ങൾ അതിയായി സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നു. ലോക്കലായിട്ടുള്ള എല്ലാവരുടെയും, പഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ കൃഷിഭവന്റെയും എല്ലാ സഹകരണങ്ങളും വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ പച്ചക്കറികളും മറ്റെല്ലാ ഹൗസ് എല്ലാം ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഭവന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ടും ഞങ്ങളുടെ സ്കൂളിന് ലഭിക്കുന്നുള്ള കാര്യം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇവിടെ എല്ലാ കാര്യത്തിലും തന്നെ പശുവിന്റെ കാര്യത്തിലായാലും മെൽമയായിട്ട് ഞങ്ങൾ യോജിച്ചു പോകുന്നു. ദിവസവും 25-30 ലിറ്ററോളം പാല് എല്ലാ ദിവസവും കൊടുക്കാനുണ്ട്. കുഞ്ഞുങ്ങൾക്കും രാവിലെ വൈകിട്ട് ചായയും പിന്നെ അങ്ങനെ സ്പെഷ്യലായിട്ട് കുഞ്ഞുങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാനൊക്കെ ഞങ്ങൾ പശുവഴിയായിട്ട് കൊടുക്കാൻ സാധിക്കുന്നു. എല്ലാ സബ്സിഡിയും മിൽമയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വെറ്റിനറി ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് സന്തോഷകരമാണ്. കോഴിയിൽ നമുക്ക് ഏകദേശം ദിവസം 40-45ഓളം മുട്ട നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുമാതിരി കളക്കും ഗിനി കോഴിയും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കോഴികളൂടെ ഉണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ളതും അത്യാവശ്യം 2 ദിവസം നമ്മൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ളൊക്കെ മുട്ട നമ്മൾ ഇവിടെ കടകളിലും ഒക്കെ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഭംഗിയായിട്ട് ഇവിടെ ഈ ഹൗസ് മുന്നോട്ട് പോകുന്നു.